എന്താണ് കുടിച്ചത്ത്? കേരളത്തിലെ ഈള വിഭാഗം അവരുടെ വീട് കേന്ദ്രീകൃതമായി കള്ള്, ചാരായം എന്നിവ വിറ്റതിനെയാണ് കുടിച്ചത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മദ്യം വിൽക്കുന്ന ഈള വിഭാഗത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ഈളാക്കൊട്ടി, ഈളാവടുകൻ. ഈളാക്കൊട്ടി എന്നാൽ തെങ്ങ് കയറി കള്ള് ചെത്തി എടുക്കുന്നവരെയാണ് ഈളാക്കൊട്ടി എന്ന് വിളിച്ചിരുന്നത്. ചാരായം അഥവാ അറാക്ക് വാറ്റിയെടുക്കുന്ന വിഭാഗത്തെ ഈളാവടുകൻ എന്നും വിളിച്ചിരുന്നു. വീട് വഴി കുടിച്ചത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായി സ്ത്രീകൾ വ്യഭിചാര പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. ഇത് നിർത്തലാക്കുവാൻ വേണ്ടി ചെമ്പഴന്തി നാരായണൻ അഥവാ ഇന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ധാരാളം പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, വാങ്ങരുത്, വിൽക്കരുത് എന്നിങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹം മദ്യം വിൽക്കുന്നതിനോ മദ്യം വിറ്റ് പണം ഉണ്ടാക്കുന്നതിനോ എതിരായിരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇദ്ദേഹവും ആലുമുട്ടിൽ ചാന്നാർ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മദ്യവ്യാപാരിയുമായി ഉണ്ടായിരുന്ന വളരെ അടുത്ത സഹവാസം. ചാരായവും കള്ളും മാത്രം വിറ്റ് സമ്പന്നനായ കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരിയായിരുന്നു ആലുമുട്ടിൽ ചാന്നാർ. ഇദ്ദേഹത്തിന്റെ വസതിയിൽ ചെമ്പഴന്തി നാരായണൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു താമസിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ അബ്കാരി മുതലാളിയായിരുന്ന ആലുമുട്ടിൽ ചാന്നാരുടെ കയ്യിൽ നിന്ന് സ്വർണമായും പണമായും ഭൂമിയായും ധാരാളം സ്വത്തുവകകൾ SNDPയും ശ്രീനാരായണ ഗുരുവും നേടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ചെമ്പഴന്തി നാരായണൻ മദ്യവ്യവസായത്തിനും മദ്യത്തിൽ നിന്ന് പണമുണ്ടാക്കുന്നതിനും എതിരല്ല എന്നും, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുലത്തിലെ സ്ത്രീകൾ വ്യഭിചാരത്തിലും അനാശാസ്യത്തിലും പോകുന്നതിനുള്ള വിയോജിപ്പായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്.